പെരുമ്പാവൂരിൽ സീറ്റ് നിഷേധിച്ച എൽദോസ് കുന്നപ്പള്ളി മറ്റൊരാവശ്യവുമായി UDF നേതൃത്വത്തിന് മുന്നിൽ പോവുകയാണ്. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ല എന്ന് വളരെ വികാരാധീനനായി കഴിഞ്ഞ ദിവസം സംസാരിച്ചു. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഉയർത്തുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ എറണാകുളം DCC പ്രസിഡന്റ് ആക്കണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നിലവിലുള്ള എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ മത്സരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ആ സീറ്റ് ഒഴിവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അത് പരിഗണിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഇപ്പോൾ തന്നെ ആ സാധ്യത തരണം എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തെ DCC പ്രസിഡന്റ് ആക്കണം എന്നുള്ളതാണ്. അഥവാ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് പരാജയപ്പെട്ടാലും തന്നെ DCC പ്രസിഡന്റായിട്ട് തുടരാൻ അനുവദിക്കണമെന്നും ആ ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം രമേശ് ചെന്നിത്തലയെ കണ്ടത്. അദ്ദേഹം ഇന്ന് AK ആൻ്റണിയെ കണ്ട് ഈ കാര്യം പറയാൻ പോകുന്നുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പന്തിയിൽ 2 ഇല വെക്കരുത് എന്ന് പറഞ്ഞ നേതാവാണ് AK ആൻ്റണി. അതായത് പെരുമ്പാവൂർ MLAക്ക് അനുകൂലമായിട്ട് എൽദോസ് കുന്നപ്പള്ളിക്ക് അനുകൂലമായിട്ട് പറഞ്ഞ നേതാവാണ് AK ആൻ്റണി. അപ്പോൾ AK ആൻ്റണി അദ്ദേഹം കണ്ടിട്ട് ഈ ഒരു ഡിമാൻഡ് കൂടി പറയാനാണ് പോകുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇപ്പോൾ മത്സരിക്കുകയാണ് കൊച്ചിയിൽ. പക്ഷേ അദ്ദേഹം മത്സരിച്ച് തോൽക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ എൽദോസ് കുന്നപ്പള്ളിയെ DCC പ്രസിഡന്റ് ആക്കിയാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ ഷിയാസിന് DCC പ്രസിഡന്റും ഉണ്ടാവില്ല, MLA ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് കോൺഗ്രസ് വളരെ നയത്തിലാണ് പോകുന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ഈ നിയമസഭയുടെ തിരഞ്ഞെടുപ്പിൽ പത്രിക കൊടുക്കുന്നത് വരെ ഇത് നീട്ടിക്കൊണ്ടുപോകാനാണ് സാധ്യത. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ വെച്ച് കൊടുക്കാനുള്ള സാധ്യത. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തെ DCC പ്രസിഡന്റ് ആക്കാനുള്ള സാധ്യതയില്ല. അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരിക്കലും ആക്കാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് എല്ലാ കഴിവുകൊണ്ട് അദ്ദേഹം സംഘടനകത്ത് വലിയ രീതിയിൽ പ്രവർത്തിച്ച നേതാവാണ്, എല്ലാ സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കണം എന്നാണ്, അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട് എന്ന് എൽദോസ് കുന്നപ്പള്ളി പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് അത് സമ്മതിക്കാൻ സാധ്യതയില്ല. കാരണം കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിൻ്റെ KJ മാക്സിയോടാണ് മത്സരിക്കുന്നത്. വലിയ വിജയസാധ്യതയില്ല, ടൈറ്റ് ഫൈറ്റാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ തോറ്റു കഴിഞ്ഞാൽ ഷിയാസിന് പിന്നെ മറ്റൊരു പൊസിഷൻ ഉണ്ടാവില്ല DCC പ്രസിഡന്റ് ആക്കിയാൽ. അപ്പോൾ ഷിയാസ് ജയിക്കുകയാണെങ്കിൽ പിന്നീട് ആലോചിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കൊടുത്തിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് തൃപ്തനല്ല എൽദോസ് കുന്നപ്പള്ളി. അദ്ദേഹം വിചാരിക്കുന്നത് അഥവാ തോറ്റുപോയാലും പിന്നെ ഒന്നും ഒരു പൊസിഷനും ഇല്ലാതെ കോൺഗ്രസിൽ നിൽക്കേണ്ടി വരും എൽദോസ് കുന്നപ്പള്ളിക്ക്. അപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ നിരാശയിലാണ്, കടുത്ത നിരാശയിലാണ്. കാരണം അദ്ദേഹത്തിന് എന്തുകൊണ്ട് സീറ്റ് കൊടുത്തില്ല എന്ന് കോൺഗ്രസിന് ഒരിക്കലും ആരെയും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല. കാരണം സെയിം അവസ്ഥയിലുള്ള PK ശശിയും കോവളം MLA A വിൻസെൻറ്റും മത്സരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സീറ്റ് നിഷേധിച്ചതെന്ന് കോൺഗ്രസിന് ഇപ്പോൾ ശരിക്കും നല്ല രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നതാണ്. അദ്ദേഹത്തെ മാത്രമല്ല പൊതുജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം 2 തവണ പിടിച്ചെടുത്ത മണ്ഡലമാണ്, 2 തവണ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ്. അദ്ദേഹം വൈകാരികമായിട്ട് തന്നെയാണ് ഈ കാര്യത്തെ കാണുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മത്സരിക്കാൻ, കോൺഗ്രസിനെതിരെ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറല്ല. കാരണം അദ്ദേഹം മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കുമെന്നല്ല, കോൺഗ്രസ് തോൽക്കും അവിടെ. അപ്പോൾ അത് അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ മാന്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധവും നീരസമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം അത് മറച്ചു പിടിച്ച് താൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. DCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം വലിയ നീക്കം നടത്തുന്നുണ്ട്, നേതാക്കളെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ പാവം കുഞ്ഞെൽദോ എന്ന് പറയുന്ന പോലെ എൽദോന് കിട്ടാൻ സാധ്യതയില്ല. അദ്ദേഹം ഒരു പാവം നേതാവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്തോ ഭാഗ്യത്തിന് ജയിച്ചു പോയി എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് കാണുന്നത്. അപ്പോൾ എൽദോന് വലിയ സ്പേസ് കൊടുക്കാൻ കോൺഗ്രസ് സാധ്യതയില്ല. ഇതോടുകൂടി എൽദോസ് കുന്നപ്പള്ളിയുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്നുള്ളതാണ്. മിക്കവാറും ഇതോടുകൂടി അവസാനിക്കാനാണ് സാധ്യത. അദ്ദേഹത്തിന് വലിയ പൊസിഷൻ കൊടുക്കാൻ സാധ്യതയില്ല. അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് ഇനിയൊരു MLA സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ സാധ്യതയുമില്ല. അങ്ങനെയാണ് പെരുമ്പാവൂർ തോറ്റാൽ അടുത്ത തവണ ചിലപ്പോൾ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു, ടാക്ടിക്സായിട്ട് ചെയ്യേണ്ടത് അദ്ദേഹം സൈലൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അഥവാ മനോജ് മുത്തേടൻ തോറ്റാൽ അടുത്ത തവണ ചിലപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ അദ്ദേഹം കരുതുന്ന പോലെ അദ്ദേഹത്തിനൊരു DCC പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് കൊടുക്കാൻ യാതൊരു സാധ്യതയില്ല. പിന്നെ മുഹമ്മദ് ഷിയാസിനെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ കൊടുക്കാനും സാധ്യതയാണ്. മുഹമ്മദ് ഷിയാസ് നല്ല മത്സരം നടക്കുന്ന സമയമാണ്. അദ്ദേഹം ജയിച്ചാൽ ചിലപ്പോൾ മറ്റൊരാളെ വെച്ചേക്കാം. എന്നാലും ആ പൊസിഷനിലേക്കും ഒരിക്കലും എൽദോസ് കുന്നപ്പള്ളിയെ വെക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.